ഇപ്പോൾ PM ശ്രീയിൽ ഒപ്പിട്ടതിന് പിന്നിൽ വലിയ ഗൂഢാലോചന എന്ന് ബിനോയ് വിശ്വം പറയുകയാണ്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ജനറൽ സെക്രട്ടറി D രാജയ്ക്ക് അയച്ച കത്തിലാണ് ഗുരുതരമായ ആരോപണം. മുന്നണി മര്യാദകൾ CPM ലംഘിച്ചുവെന്ന് കത്തിൽ പരാമർശിക്കുന്നു. കത്ത് ജനം TVക്ക് ലഭിച്ചിരിക്കുകയാണ്. ആ കത്താണ് ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. ഈ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് വീണ വിശദാംശങ്ങൾ നൽകാൻ തയ്യാറാണ്. അതിനു മുമ്പ് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ 2024 ഇലക്ഷനിൽ CPIയുടെ ആകെ വോട്ട് ഷെയർ 0.49%. എന്നാൽ നോട്ടയ്ക്ക് കിട്ടിയ വോട്ട് 0.99. സാന്ദർഭികവശാൽ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വീണ്ടും വീണയിലേക്ക് പോവുകയാണ്. വീണ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊരു വലിയ ഗൂഢാലോചനയാക്കി മാറ്റുകയാണ്. എങ്ങനെ വിലയിരുത്താം? തീർച്ചയായും ശ്യാംബാബു, ഈ ഒരു വിഷയം കേന്ദ്രതലത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് പാർട്ടി നേതൃത്വം, അതായത് CPIയും തമ്മിലുള്ള ഒരു ഭിന്ന അഭിപ്രായം, അവർ തമ്മിലുള്ളൊരു തർക്കം, പൊട്ടിത്തെറി, അത് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽ കൂടി പോയിരിക്കുകയാണ്. കേന്ദ്രത്തിലേക്ക് കൂടി ഈ ഒരു വിഷയം എത്തിയിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ജനറൽ സെക്രട്ടറി D രാജയ്ക്ക് നൽകിയ കത്താണ് ജനം TV ഇപ്പോൾ പുറത്തുവിടുന്നത്. ഈ ഒരു കത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, മുന്നണി മര്യാദകൾ CPM ലംഘിച്ചു എന്നുള്ള ഗുരുതര ആരോപണമാണ് ഈ ഒരു കത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. കത്ത് ഇപ്പോൾ ജനം TV പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. PM ശ്രീ പദ്ധതി ഒപ്പിട്ടതിന് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നു എന്നുള്ള രൂക്ഷ വിമർശനവും ആരോപണവുമാണ് CPI ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ കത്തുമായി ബന്ധപ്പെട്ടുള്ള കത്ത് പുറത്തു വന്നപ്പോൾ മാത്രമല്ല, ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു കാരണം വിദ്യാഭ്യാസ മന്ത്രി ഏകപക്ഷീയമായി തീരുമാനമെടുത്തു എന്നുള്ള വിമർശനം കൂടി ഉന്നയിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയിലേക്ക് ഈ ഒരു വിഷയം കേന്ദ്രീകരിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രിയും മന്ത്രിമാരും ഒപ്പം തന്നെ CPIയും തമ്മിലുള്ളൊരു പിണക്കത്തിലേക്കും ഭിന്നതയിലേക്കും പൊട്ടിത്തെറിയിലേക്കും കാര്യങ്ങൾ കടന്നിരിക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി ഏകപക്ഷീയമായി തീരുമാനമെടുത്തു എന്നുള്ള രൂക്ഷ വിമർശനം തന്നെയാണ് ഈ ഒരു കത്തിൽ പ്രതിപാദിക്കുന്നത്. അതായത് മന്ത്രിസഭാ യോഗത്തിലടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CPIയുടെ മന്ത്രിമാർ ഈ വിഷയം പിന്തിരിയണമെന്നും ഒപ്പം തന്നെ എതിർപ്പ് പലതവണ ആവർത്തിക്കുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രി നിലപാടിൽ ഉറച്ചുനിന്നു. എന്നാൽ മന്ത്രിസഭാ യോഗത്തിലടക്കം ഈ വിഷയം മുന്നോട്ട് പോകുമെന്നുള്ളൊരു നിലപാട് ഇടതുപക്ഷം, അതായത് CPM ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളൊന്നും മന്ത്രിസഭാ യോഗത്തിൽ വ്യക്തമാക്കിയിരുന്നില്ല. വിദ്യാഭ്യാസ മന്ത്രി ഏകപക്ഷീയമായി തീരുമാനമെടുത്തു, മറ്റു മന്ത്രിമാരുടെ അഭിപ്രായത്തിന് മുഖവില കൊടുത്തില്ല, അതിന് വില നൽകിയില്ല എന്നുള്ളൊരു വിമർശനം കൂടിയാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഈ കത്ത് കൂടി പുറത്തു വരുമ്പോൾ കേന്ദ്ര നേതൃത്വം ഏത് തരത്തിലായിരിക്കും ഈ വിഷയത്തിൽ ഇടപെടുക, ഒപ്പം തന്നെ CPMും അതുപോലെ തന്നെ CPIയും തമ്മിലുള്ള മുന്നോട്ടുള്ള സഖ്യം, ആ ഒരു മുന്നണി സഖ്യം എത്തരത്തിലായിരിക്കും, അതിനെ എത്തരത്തിലാണ് ഈ ഒരു PM പദ്ധതി ബാധിക്കുക എന്നുള്ളതും ഇനി കണ്ടറിയേണ്ടതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാദപ്രതിവാദങ്ങൾക്കും പരസ്യ വിമർശനങ്ങൾക്കും പരസ്യമായിട്ടുള്ള പ്രതികരണത്തിലേക്കും കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. രൂക്ഷ വിമർശനമടക്കം ഈ ഒരു ഘട്ടത്തിലുമുണ്ട്. ഈ ഒരു യോഗം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ മന്ത്രി GR അനിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി കാര്യവുമായി ബന്ധപ്പെട്ട് വ്യക്തമായിട്ട് പ്രതികരിക്കണമെന്നുള്ളതാണ്. എത്തരത്തിലാണ് ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചത്, മറ്റ് മന്ത്രിമാരുടെയും മന്ത്രിസഭാ യോഗത്തിൻ്റെയും ഒപ്പം തന്നെ ഏകപക്ഷീയമായ ഒരു തീരുമാനം എടുത്തില്ല എന്നുള്ള രൂക്ഷ വിമർശനം കൂടി വരികയാണ്. കേന്ദ്ര നേതൃത്വം ഈ വിഷയവുമായി ഇടപെടുമ്പോൾ D രാജ എങ്ങനെയായിരിക്കും സംസ്ഥാന നേതൃത്വത്തിന് തീരുമാനം നൽകുന്നത്? തീരുമാനം കടുപ്പിക്കുമ്പോൾ അനുനയിപ്പിക്കുവാനുള്ള നീക്കങ്ങളായിരിക്കുമോ CPMന്റെ ഭാഗത്തു നിന്ന് ഇനി ഉണ്ടാകേണ്ടതെന്ന് കൂടി അറിയേണ്ടതുണ്ട്. ശ്യാംബാബു, എന്തായാലും ഈ യോഗത്തിൽ എത്തുന്നതിന് മുമ്പ് ബിനോയ് വിശ്വത്തോട് ചോദിച്ചപ്പോൾ യോഗം കഴിയട്ടെ അപ്പോൾ കാണാം, മുന്നണി വിടുന്ന കാര്യത്തിൽ ഉൾപ്പെടെ ചില കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആണ് കയറിപ്പോയത്. അത്യാവശ്യം പഞ്ച് ഡയലോഗ് അടിച്ചിട്ടാണ് യോഗത്തിലേക്ക് കയറിപ്പോയത്. പക്ഷേ ഇപ്പോൾ ഒരു കത്തിൽ ഒതുക്കിയോ എന്നൊരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ വാർത്തയുടെ കൂടുതൽ അപ്ഡേറ്റുകളിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പം ശബരിമലയിലെ കാട്ടുകൊള്ള, അതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകൾ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുണ്ട്.